പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, നിന്റെ തിരുപാദപീഠത്തിലേക്ക് അടിയങ്ങളിത് അടുത്ത് വരുന്നു. പ്രഭാത നിമിഷം നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നിന്നെ ആരാധിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ നീ തരുന്നതായ നല്ല വിലയേറിയ സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങൾ ചെലവഴിക്കുന്നതായ നിമിഷങ്ങൾ നിനക്ക് സ്വീകാര്യമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ നീ ഇവിടുന്ന് ശോധന ചെയ്ത് ഞങ്ങളുടെ കുറവുകളെ നീ ഇവിടുന്ന് ക്ഷമിക്കണമേ എന്നീ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇരിക്കേണ്ടതുപോലെ നിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം പ്രഭാത നിമിഷം നീ ഞങ്ങളെ സഹായിച്ചാട്ട, ഞങ്ങളെ ശക്തീകരിച്ചാട്ട. നിന്റെ ആത്മാവിന് നിറവിലിരിപ്പാൻ ഞങ്ങളെല്ലാം ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 18ാമത്തെ ഗീതം പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ഹിം നമ്പർ 18, 18ാമത്തെ ഗീതം. സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൽ സഭയിൽ, കരുണാസനം വഴിയാൽ സഭയിൽ ഒരു മനസ്സോടെ നിൻ തിരുഭവനെ പരിചോടടിയാർ വരുന്നതു കാൺ. വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൽ സഭയിൽ, നിൻ കരുണാസനം വഴിയാൽ സഭയിൽ ഭക്തിയോടടിയാർ നിൻ തൃപ്പാദത്തിൽ പ്രാർത്ഥന ചെയ്തു വരം ലഭിപ്പാൻ. നിത്യവും നിൻ പരിശുദ്ധാത്മാ ശക്തി തന്നരുളാൻ ഭജിച്ചിടുമ്പോൾ വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൽ സഭയിൽ, നിൻ കരുണാസനം വഴിയാൽ സഭയിൽ ഇരുമനസ്സിനെ കുറിച്ചൊരു മനസ ഇരുവരോ മൂവരോ വരുന്നിടത്തിൽ കരുണയോടെ എഴുന്നരുളുമെന്ന തിരുവചനരുളിയ പരമസുത വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൽ സഭയിൽ, നിൻ കരുണാസനം വഴിയാൽ സഭയിൽ വന്നടിയാരുടെ കന്മഷവും തേന്മയശേഷവും ദുർമനസ്സും ഒന്നടശേഷവും നീക്കിടണം എന്നും മോക്ഷേ അടിയാർ നിൽപ്പാൻ. വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൽ സഭയിൽ, നിൻ കരുണാസനം വഴിയാൽ സഭയിൽ ദൂതരുടെ സ്തുതിയിൽ വസിക്കും നീതി സ്വരൂപനാ
പരിശുദ്ധാത്മാവിനും സ്തോത്രം. വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയായി സഭയിൽ, കരുണാസനം വഴിയായി സഭയിൽ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒന്നും രണ്ടും വേദഭാഗങ്ങൾ വായിക്കും. ഇന്നത്തെ തിരുവചന വേദഭാഗം യോവേൽ 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോവേൽ 2, 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസുമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാവും. നാം കേട്ടത് തിരുവചനം. ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിച്ച് വഴിയോർത്ത് വരാട്ടെ. ഇന്നത്തേക്കുള്ള 2-ാം പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 5, 22 മുതൽ 26 വരെയുള്ള വാക്യം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. Jose nanuharo Yeshu malenoharo datunuharo shariradamanar lakul barayo Anuharilan banuha ruk gayo samaheda boshma yono shobha
ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരമുള്ളവരും തന്റെ കൃപയാൽ സർവ്വരുടെയും രക്ഷയ്ക്കും വേണ്ടി വിശ്വസ്തനമറിയാതെ ജഡം ധരിച്ച് കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ദർശിക്കപ്പെട്ട് തന്റെ മരണത്തായ മരണത്തെ ശ്രദ്ധിക്കുന്നവനും വിശുദ്ധ തൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോട് തുല്യമായി വഞ്ചിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നതിനുമായ ഞങ്ങളുടെ മനുഷ്യാധികാരി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ദൈവമേ, നീ പരിശുദ്ധരാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധരാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് വാനവ
അവസാനിപ്പിപ്പോ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്നും തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടാനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടി നിന്ന് ഇരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം സ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവേ, തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന വിലകളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽകുരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിലനിന്ന അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളിലായിപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരരെ, നാം മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. ശുദ്ധകന്യകമറിയാമെന്ന് ജഡമെടുത്ത ദൈവമായി ദൈവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം അവൻ ഉപദേശിച്ചു. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവൻ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനോ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാനുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശ്രീവായുടെ മരത്തിൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടി യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്നെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ എഴുന്നേൽക്കുകയും തന്റെ എഴുന്നേൽപ്പിനാൽ നമ്മെ എഴുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കരയേറുകയും തന്നോടുകൂടെ നമ്മെ കരകയറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കും നമസ്യാതമ്പരാന് ദൈവികമായ ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ,
സംഖ്യയില്ലാത്തവണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും കർത്താവേ എന്നോട് ക്ഷമിക്കണം. വിശ്വാസമുള്ള സർവജനത്തിൻ്റെയും പാപങ്ങളും ഞങ്ങളുടെ കർത്താവേ നിങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനേതേതോ അത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമില്ല ഇപ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ദൈവികമായ ഈ ശുശ്രൂഷ പൂർണ്ണമാകപ്പെടുന്ന നേരത്ത് തന്റെ വിശുദ്ധാലയത്തിൽ കൂടി നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസന്മാരും ദാസുകളുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാതല്ലാതെ തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീക ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത് നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം. ഖാദീഷ് ആബോ ഖാദീശോ ഖാദീഷ് ബ്രോ ഖാദീശോ ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം.
പിതാവായ സർവശക്തരായ ദൈവത്തിന്റെ ഏകപുത്രനും മനുഷ്യരായ രക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് കൃഷ്ണനുഭവിച്ച് മനുഷ്യനെടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനടുത്ത് ഭാഗത്തുള്ളവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പ്പെടുന്നവരും പാപമോചനത്തിനുള്ള മാമോദീസ എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് അടുത്ത് വരാം. ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ ആയുസ് നിന്റെ ദാനമാണല്ലോ. നിങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നിന്റെ ഹിതപ്രകാരമാണ്. ദൈവമായ കർത്താവേ, ഈ ആയുസ് ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്നു. നിന്റെ ക്രൂശമരണത്തിലൂടെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഞങ്ങളെ വീണ്ടെടുക്കുകയും നിന്റെ മക്കളെന്ന പദവിയും നിത്യതയുടെ അവകാശവും ഞങ്ങൾ നൽകിയതിനായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന നിന്റെ മക്കൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്നുള്ളങ്കയെ അവരെ വഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള എല്ലാ കൃപകൾ നീ നൽകുന്നതിനായി സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവെ, പുതിയ വർഷം അവരുടെ പ്രവർത്തന മേഖലയെ വാഴ്ത്തണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രമജീവിതരായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. ജോലിയിലായിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കർത്താവെ ജ്ഞാനവും ഒക്കെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് കർത്താവെ ശുശ്രൂഷയിൽ വരുവാൻ സാധിക്കാതെ പോയ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോന്നിനും കുഞ്ഞുങ്ങളുമായിരിക്കുന്നിടത്ത് അവരെ ബലപ്പെടുത്തണമേ. ഈ നിന്റെ മക്കളെ നിന്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും പുതിയ വർഷം നന്മകളാൽ അനുഗ്രഹങ്ങളാൽ വഴി നടത്തുകയും ചെയ്യണമേ. യേശു മിശിഹാ പോലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ.
വാർഷികം കൊണ്ടാടുന്നവരുണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് അടുത്ത് വരാം. പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമാകുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ എല്ലാ കരുണകൾക്കായി കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എത്ര അതിശയമായി നീ ഞങ്ങളെ പരിപാലിക്കുന്നുവല്ലോ. പ്രത്യേക കുടുംബജീവിതത്തിൽ ഒരു വർഷത്തിലൂടെ പ്രവേശിപ്പാൻ തക്കവണ്ണം ഭാഗ്യവും പദവിയും ലഭിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതത്തെ നീ ഇവിടുന്ന് വാഴ്ത്തണമേ. സ്വർഗീയമായ സാന്നിധ്യം എപ്പോഴും അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിച്ചും സേവിച്ചും നിലനിൽപ്പാൻ കുടുംബമായി നിന്റെ മക്കളെ നീ ഇവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത തോണി വലയാതെ കാവൽ ചെയ്യുന്നത് അവിടുത്തെ സാന്നിധ്യമാകുന്നുവല്ലോ. നല്ല അമരക്കാരനായി അവരുടെ ഭവനത്തിൽ നീ ഇവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷം സ്വർഗീയമായ വാഴ്വുകളാൽ അവരെ നിറയ്ക്കണമേ. നിന്റെ വലങ്കൈ അവരുടെ മേൽ ആവസിപ്പിച്ച് പോകേണ്ടതായ പാത ഓരോ നിമിഷവും നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ മുന്നമേ നീ ഇവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവെ, നീ ചെവിച്ചാഴ്ച അവരുടെ അപേക്ഷകളെ സ്വീകരിച്ച് നിന്നോട് ചേർന്ന് ജീവിപ്പാൻ പുതിയ വർഷം അവരെ സഹായിച്ചാണ്. നന്മകളാൽ നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 270 ഗീതം പാടി സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. ഹിം നമ്പർ 270, എനിക്കേതു നേരത്തിലും. Amen.
നല്ലവരായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയതല്ലാതെ നിങ്ങൾക്കൊന്നുമില്ലല്ലോ. കർത്താവെ, ഈ ഭൂമിയിൽ അധ്വാനിക്കുവാനായിട്ടുള്ള ആരോഗ്യവും കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ജോലികൾ, ഞങ്ങൾക്ക് ലഭിച്ച വരുമാനമെല്ലാം നീ നൽകിയതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആ സമർപ്പണ ബോധത്തോടെ, സ്തോത്രത്തോടെ ഈ സ്തോത്ര കാഴ്ചകളെ ഞങ്ങളുടെ ഈ സമർപ്പണത്തിന് അടയാളമായി നിന്റെ രാജ്യത്തിന് കെട്ടുപണിക്കാൻ ഞങ്ങൾ വേർതിരിച്ച് നന്ദിരിക്കുന്നല്ലോ. ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും കർത്താവ് ഇത് മുഖാന്തരം ഞങ്ങളെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ രാജ്യത്തിന് കെട്ടുപണിക്കായി നിന്നെ ഉപയോഗിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ തിരുവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. Gospel according to Saint John chapter 14 verse 16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. I will ask the Father, and he will give you another helper, that he may be with you forever. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷങ്ങൾ ഞങ്ങളിത് അടുത്തു വരുന്നു. തിരുവചനത്തോടുകൂടെ ഞങ്ങളോടുകൂടെ സംസാരിക്കണമേ. നിന്റെ മാധുര്യമേറിയ ശബ്ദം കേൾപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും ചെയ്യേണ്ടതുപോലെ ചെയ്യുവാനും ഉള്ള പ്രാപ്തി നീ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് സഭയായി ചിന്തിക്കുന്നതായ ചിന്താവിഷയം ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതായ രൂപാന്തരത്തെ നമ്മൾ ധ്യാനിക്കുന്നതായ അനുഭവമാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ we can see that in his departing message he is speaking about the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടുതൽ വ്യക്തവും സുവ്യക്തവുമായി പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ആവസിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വൺ ഇൻ ട്രിനിറ്റി, ത്രിയേക ദൈവത്തിൽ ഒരുവനാണ്. പരിശുദ്ധാത്മാവ് അനാദികാലം മുതലേ ദൈവത്തോട് അല്ലെങ്കിൽ ത്രിയേക ദൈവം ഒരുമിച്ച് പരസ്പര പൂരകമായി ദൈവികമായ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നതായ അനുഭവമാണ് എന്ന് നമുക്കറിയാം. സൃഷ്ടിയുടെ ആരംഭം മുതൽ തിരുവചനം നമുക്കത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ആ വിഷയങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സവിശേഷമായ രീതിയിൽ സഭയ്ക്ക് വെളിപ്പെടുത്തുവാൻ, സഭയെ ഗൈഡ് ചെയ്യുന്നതായ
മാർഗമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയനുസരിച്ച് ഒരു താൽക്കാലികമായ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവ് ഈസ് സംതിങ് ആൻ ഇമോഷൻ, എക്സ്റ്റസി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ചിന്തകളും തോന്നലുകളും ചിലർ പറയുമ്പോൾ ബോധം മറയുമ്പോൾ വരുന്നതാണ്, അബോധാവസ്ഥയിൽ വരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ അൺകോൺഷ്യസ് ആകുമ്പോൾ വരുന്നതല്ല പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് കംസ് വെൻ യു ആർ വെരി കോൺഷ്യസ്, ദൈവികമായ ചിന്തയിൽ. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ബോധം വരുത്തും. ബോധം പെടുത്തിയാൽ പിന്നെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടേതായ സുബോധത്തിലൂടെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സാധാരണ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ബാധിക്കുകയല്ല, പിശാചാണ് ബാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. സോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് ആൻഡ് ഗൈഡിങ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അൺകോൺഷ്യസ് ഗൈഡിങ് എന്നുള്ളതാണ്. അതപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ആത്മാവിൽ നിരന്തരമായി സദാ സംവാദിച്ചുകൊണ്ടിരിക്കുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതായ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുമ്പോൾ അവൻ വരുമ്പോൾ എന്നുള്ളതാണ്. നോട്ട് ഇറ്റ് ഈസ് ഇറ്റ് ബട്ട് ഹീ. അവൻ വരുമ്പോൾ, അവൻ എന്ന് പറയുന്നതിന് ഒരു ആളത്വമുണ്ട്, അവൻ എന്ന് പറയുമ്പോൾ വ്യക്തിത്വമുണ്ട്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ദേഹരൂപമില്ലാത്തതായ അല്ലെങ്കിൽ വ്യക്തിത്വമില്ലാത്തതായ ഒരു പ്രത്യേകമായ ആത്മാവിൻ്റെ തലത്തിൽ മാത്രം ഒതുക്കാനായിട്ട് പാടില്ല. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ, അവനൊരു വ്യക്തിയാകുന്നു, നമ്മളോടുകൂടെ സദാ സംവാദിച്ചു കൊണ്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ പാട്ടുപാടുമ്പോഴോ ആരാധനയിൽ മാത്രം കടന്നു വരുന്നതായ വ്യക്തിയല്ല, പിന്നെയോ സദാ നമ്മളോടുകൂടെ സഞ്ചരിക്കുന്നതായ, നിങ്ങളുടെ ജോലി തിരക്കുകളുടെ മധ്യത്തിൽ, നിങ്ങളുടേതായ ജീവിതയാത്രകളുടെ മധ്യത്തിലും അവൻ നിങ്ങളോട് സംവാദിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇൻ വർഷിപ്പ് ദർ മേ ബി ക്ലാപ്പിംഗ്, ബട്ട് ക്ലാപ്പിംഗ് ഈസ് നോട്ട് ഹോളി സ്പിരിറ്റ്. പലപ്പോഴും നമ്മൾ കയ്യടിയാണ് പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്ന ചിലരുണ്ട്. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും പുറകെ ഇരിക്കുന്ന ആൾ ചാടി ഫ്രണ്ടിൽ വരുന്നതാണ് ആത്മാവ് ചാടിക്കുകയാണ്. നോ, ഹോളി സ്പിരിറ്റ് ഗൈഡിങ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് എൻ്റെ ജീവിത വഴിയാത്രയിൽ അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് അറിയാതെ ഞാൻ ഉഴലുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡിങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആത്മീകമായ വെളിച്ചം, പ്രകാശം ഓരോ മനുഷ്യനും കർത്താവ് നൽകുവാൻ മതിയായവനായ കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നു, നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കൊടുക്കാതിരിക്കില്ല, പരിശുദ്ധാത്മാവിന് ഞാൻ എത്ര അധികം. നമ്മൾ വിചാരിക്കും ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സാധനമാണ് പരിശുദ്ധ. നോ, കർത്താവ് പറയുന്ന ഈ ലോകത്തിൽ ഏറ്റവും അധികം ഞാൻ തരാൻ മനസ്സാകുന്നത്, ഏറ്റവും സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് വീട് വേണം, കാർ വേണം, ഇതിനു വേണ്ടിയൊന്നുമില്ല പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് എൻ്റെ ഈ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ അത് ഞാൻ എത്ര അധികം ഒന്നും തന്നില്ലേ, ഇത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ സന്തോഷം കർത്താവേ ഞങ്ങൾക്ക് വീട് വന്ന് ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന് എത്ര അധികം അവൻ നൽകുവാൻ മതിയായി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ വരുന്ന ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്ന പോലെ വരുന്ന ജസ്റ്റ് ഒരു ആത്മാവായിട്ട് മാറ്റരുത്. പിന്നെയോ അവൻ ശക്തീകരിക്കുന്നതായ, സദാ സംവാദിക്കുന്നതായ, നമ്മളോടുകൂടെ സഞ്ചരിക്കുന്നവനായ വ്യക്തിയാകുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അവൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ പ്രത്യേകിച്ച് വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ഒന്ന്, കംഫോർട്ടിങ് പ്രസൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അവൻ ആശ്വാസപ്രദനാണ്. പാരക്ലീറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കംഫോർട്ടർ, ആശ്വാസപ്രദൻ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിഴലിടുമ്പോൾ ദൈവികമായ സമാധാനത്താൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നു. ജോൺ 14:27. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ജോൺ 14:18. എല്ലാ നാളും നമ്മളോട് കൂടിയിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാ സാന്നിധ്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഈ കർത്താവ് നമുക്ക് ആശ്വാസപ്രദനാണ്. എങ്ങനെയാണ് ആശ്വാസപ്രദൻ? നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം ആരംഭിക്കുമ്പോൾ we can see there are 4 people, they are singing in the midst of their crisis. ഒന്ന് കന്യകമറിയാമാണ്. കന്യകമറിയാം പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ശിമോൻ പറയുമ്പോഴും കന്യകമറിയാം പറയുന്നു, എൻ്റെ ഉള്ളം ദൈവത്തിൽ ഘോഷിച്ച്
ഉല്ലസിക്കുന്നു, എൻ്റെ ആത്മാവ് അവനിൽ സന്തോഷിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മറിയേ നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീർന്നപ്പോൾ പ്രതികൂലങ്ങളിൽ അവൾ പാട്ടുപാടുകയാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ എൻ്റെ ഉള്ളം യഹോവയിൽ ഉല്ലസിക്കുമെന്ന് പറയുകയാണ്. അടുത്ത പ്രത്യേകത സക്രിയാവാണ്. സക്രിയാവ് പാട്ടുപാടുമ്പോൾ പറയുന്നു, നിന്റെ ഉദ്ധാരണം നീ അയച്ചിരിക്കുകയാണ്. തൻ്റെ മകൻ ഒരുപക്ഷെ കർത്താവിന് വേണ്ടി മുന്നൊരുക്കപ്പെട്ടവനായി തീരുകയും ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് കൊല്ലപ്പെടുകയും ചെയ്യുമെങ്കിലും സക്രിയാവ് പരിശുദ്ധാത്മാവ് നിറവിൽ പാട്ടുപാടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിമയോൻ പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. എന്താണ് ലക്ഷ്യം? യേശു കുഞ്ഞിനെ കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു, ലോർഡ് ലെറ്റ് മീ ലീവ് ഫ്രം ദിസ് വേൾഡ്, എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷയെ എന്നെ കണ്ടുവല്ലോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ശിമയോൻ പറയുന്നത് ഈ സമാധാനത്തിൻ്റെ യാത്ര പറച്ചിലാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഹന്ന എന്ന 84 സംവത്സരക്കാലം വിധവയായിരുന്നവളും ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരുടെ ഗാനങ്ങളോടുകൂടിയാണ് ലൂക്കോസ് തൻ്റെ എഴുത്ത് തന്നെ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രധാനാണ്. അതെല്ലാം ലഭിക്കുമ്പോൾ പാടുന്നതായ ഗാനമല്ല. ഹബക്കൂക്ക് പ്രവാചകൻ പുസ്തകത്തിൽ കാണുന്നത് പോലെ മുന്തിരിവള്ളി തളിർത്തില്ല എങ്കിലും ഘോഷാലയിൽ കന്നുകാലികൾ കൊണ്ട് നിറയപ്പെട്ടില്ല എങ്കിലും എൻ്റെ ഉള്ളം ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കുന്നതായ അനുഭവം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ ചാപ്റ്റർ 7 പരിശുദ്ധാത്മാവിൽ നിറയുന്നതായ സ്തേഫാനോസ് എന്താ കാണുന്നത്? ആളുകൾ അവനെ കൊല്ലുവാനായിട്ട് കല്ലെറിയുകയാണ്. ആളുകൾ കല്ല് എറിയുമ്പോൾ അവിടെ കാണുന്നു അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മ നിറഞ്ഞ ശക്തി ലഭിച്ച് അവരെ ശപിക്കുകയല്ല, പിന്നെന്തുവാ? അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വേഴ്സ് 59 സ്വർഗം തുറന്നിരിക്കുന്നതും യേശു കർത്താവ് അവിടെ നിൽക്കുന്നതുമായ അനുഭവം, ദർശനം അവൻ കാണുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിൻ്റെ ആ മഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. വേഴ്സ് 59 കർത്താവായ യേശു എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവൻ ശപിച്ച് പോവുകയല്ല, പിന്നെന്താ? അവൻ്റെ മരണം ഉറക്കം പോലെയാണ്. കല്ലെറിയപ്പെടുമ്പോഴും പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നവൻ്റെ വായിൽ നന്ദിയുടെ, സ്തുതിയുടെ, ശാപത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാൽ നിറയപ്പെടുകയാണ്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ? ഈ സമാധാനത്താൽ ആത്യന്തികമായി നമ്മളിന്ന് വായിച്ച 2-ാം പാഠത്തിന് തൊട്ട് മുമ്പ് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കൃത്യമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുക. ഗോഡ് ഈസ് ടെല്ലിംഗ് ദാറ്റ് യു ഷുഡ് ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്, നോട്ട് വിത്ത് ആൽക്കഹോളിക് സ്പിരിറ്റ്. ഇപ്പോൾ 2 സ്പിരിറ്റിനെ കുറിച്ച് തൊട്ട് താഴെ മുമ്പിലായിട്ട് പറയണം. പിന്നീട് എന്താ പറയണം? ഈ ലോകത്തിൻ്റെ സ്പിരിറ്റ് അല്ല, പിന്നെന്താ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ഈവൻ ഇൻ യുവർ ടോക്കിംഗ്, പള്ളി വരുമ്പോൾ ആരാധിക്കുന്നത് മാത്രമല്ല, പിന്നെന്താ? ഈവൻ യുവർ ഓർഡിനറി കോൺവെർസേഷൻസ് യു ഹാവ് ടു ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്. എപ്പോഴും നന്ദിയുടെ വാക്കുകൾ തമ്മിൽ സംസാരിക്കണം. പിന്നെന്താ? സംസാരത്തിൽ നോട്ട് ഇൻ യുവർ ലിപ്സ് ബട്ട് ഇൻ യുവർ ഹാർട്ട്. അടുത്ത പറയുന്നത് എന്തുവാ? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അപ്പോൾ ആത്മാവ് പറയുമ്പോഴെന്തുവാ? വാവുകൊണ്ട് മാത്രമല്ല, ഇൻ യുവർ ഹാർട്ട് യു വിൽ സിങ്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. എല്ലായ്പ്പോഴും, ഇൻ എവറി സിറ്റുവേഷൻ ആൻഡ് ഫോർ എവറിത്തിങ്. എല്ലാ സിറ്റുവേഷനും നമുക്ക് സ്തോത്രം പറയുന്നത്. കർത്താവ് പറയുന്നു, ആത്മാവിനെ നിറയപ്പെടുമ്പോൾ എല്ലാ കാലത്തിലും, സുഖകാലത്തിലും ദുഃഖവേളയിലും, എല്ലാറ്റിനും, നോട്ട് ഫോർ യുവർ ഫ്രണ്ട്സ്, നോട്ട് ഫോർ ദ പീപ്പിൾ ഹു ഹെൽപ്പ് യു, ബട്ട് ഫോർ എവറിബഡി. എല്ലാറ്റിനും എല്ലായ്പ്പോഴും നിങ്ങൾ സ്തോത്രം ചെയ്യണം. എപ്പോഴാണ്?
പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുമ്പോഴാണ്. അതുകൊണ്ട് വീഞ്ഞ് കുടിച്ച് നിങ്ങളുടെ ആത്മാവിനെ കെടുത്തുകയല്ല, പിന്നെന്തോ സുബോധമുള്ളവരായി ഈ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടുന്നവരായി തീരണമെന്ന് ഓർപ്പിക്കുകയാണ്. കംഫോർട്ടിങ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അവൻ ആശ്വാസപ്രദനാണ്. 2, കൺവിൻസിങ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ കൺവിക്ഷൻ. കൺവിൻസിങ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ജോൺ 16:8 അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തുന്നതായ ആത്മാവ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മനോഹരമായി പ്രതിപാദിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകൻ 36-ാം അധ്യായം 26-ാമത്തെ വാക്കിൽ പറയുന്നു, അവൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ നീക്കി മാംസളമായ ഹൃദയം അവൻ നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? The important manifestation of the Holy Spirit is not your sound or outward expression. It is your heart. നിന്റെ ഹൃദയം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിറയപ്പെടുമ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോൾ, കർത്താവിൻ്റെ നീതിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോൾ, അവൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായിട്ടുള്ള ഹൃദയം തരികയാണ്. അതുകൊണ്ട് കൃത്യമായി പൗലോസ് തന്നെ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ കൃത്യമായിട്ട് അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവല്ലാതെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് ആണ്. It may be very simple for you, but without the help of the Holy Spirit, you cannot even say, Jesus is Lord in my life. യേശു കർത്താവ് എന്ന് പറയുവാൻ തക്കവണ്ണം ഉള്ള പ്രാപ്തി പോലും നിങ്ങൾക്ക് തരുന്നത് ആരാണ്? ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ ആത്മാവില്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ പോലും ഇപ്പോഴും ആളുകൾക്ക് ഈ സാക്ഷി പറഞ്ഞിട്ട് ഉടനെ ഡൗട്ട് അടിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ചിലരിങ്ങനെ ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ സകലം മതേ രക്ഷിതാവിന് 1-ാം തീയതി തൊട്ട് പിന്നെ കാത്തിരിപ്പാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി 3 ദിവസം ഉപവാസം കാത്തിരിപ്പാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ട് റോമർ 8 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ഞരക്കം പോലും ദൈവസന്നിധിയിൽ ക്ലിയറാക്കി കൊടുക്കുന്നത്, ഹി ഓൾവേസ് അഡ്വക്കേറ്റ്. ആ ഭാഗം എല്ലാം എടുക്കാൻ സമയമില്ല. നമ്മുടെ ഒരുപക്ഷെ ഞരക്കത്തെ പോലും തിരിച്ചറിയുന്നതാക്കി തീർക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. ഓർക്കുക, നമ്മളുടെ കുറവുള്ളതായ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ വിലയുള്ളതാക്കി തീർക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമ്മളെ തിരിച്ചറിയുന്നവരാക്കി തീർക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സകലത്തിലും മതിയാവനെന്ന് ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് പ്രാപ്തി തരുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ്. അതില്ലാതെ നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കാതെ മാനസാന്തരത്തിൻ്റെ ഒരു പടി പോലും വെക്കുവാൻ ആർക്കും പ്രാപ്തിയില്ല. നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ പല പല കാര്യങ്ങൾ പറയാനല്ല പോകാൻ, പിന്നെയോ ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവമേ നീ എനിക്ക് മാംസളമായ ഹൃദയം തരണമേ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? കൺവിൻസിങ്. അവൻ നമ്മുടെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൻ്റെതായ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതായ ആത്മാവാണ്. 3, കമ്മീഷനിങ് പ്രസൻസ് ഓഫ് ദ പരിശുദ്ധാത്മാവ്. ലൂക്കോസ് സുവിശേഷത്തിലും ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ, വെനെവർ ദ ഹോളി സ്പിരിറ്റ് പറയുന്നിടത്തെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ അപ്പോയിൻ്റ് ചെയ്യുകയാണ്. മിഷന് വേണ്ടി അല്ലാതെ പരിശുദ്ധാത്മാവ് ആർക്ക് നൽകപ്പെടുന്നില്ല. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എവിടെല്ലാം കർത്താവിൻ്റെ ഗൈഡൻസ് ഉണ്ടോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആരാധിച്ച് വീടിൻ്റെ അകത്തിരിക്കുന്നതല്ല, പിന്നെന്താ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യു വിൽ ബി മൈ വിറ്റ്നസ്. ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റ് നമുക്കറിയാം, അവനെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇടുമ്പോൾ ശമരിയെ വിട്ട് അവനോട് പറയാണ് എത്യോപ്യൻ എന്ന യൂനക്കിൻ്റെ അടുക്കിലേക്ക് പോകാൻ. ഓൾവേസ് ഗാഡ് ഈസ് ഗൈഡിങ് ഫോർ യു ഫോർ എ മിഷൻ. ദൈവത്തിൻ്റെതായ സാക്ഷിയാകുവാൻ അവൻ നിങ്ങളെ ശക്തീകരിക്കുന്നതായ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായ വ്യക്തിയാണ്. തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതായ ആവശ്യമുണ്ട്. ആരാണ് സാക്ഷി? നമ്മൾ നേരത്തെ നമുക്കറിയാം, സാക്ഷി എന്ന് പറയുന്നത് ഈവൻ നമുക്കറിയാം, he should need a personal experience.
ആർക്കാണ് സാക്ഷി പറയാൻ അവകാശമായിട്ടുള്ളത്? ദൈവത്തെ മുഖാമുഖമായി കണ്ടവന് മാത്രമേ സാക്ഷി പറയാനായിട്ട് അവകാശമുള്ളൂ. ഇൻ എ judicial term, a witness is the one who have first hand experience about an incident. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളവനാണ് സാക്ഷി. നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടതും കേട്ടതും പറയാനല്ല, പിന്നെയോ ഡു യു ഹാവ് ദ റിയൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ യു ക്യാൻ ബിക്കം വിറ്റ്നസ് ഓഫ് ജീസസ്. എപ്പോഴാണ്? എത്ര വക്കീല് നമ്മുടെ മുമ്പ് ചോദിച്ചാൽ നീ കണ്ടോ ചോദിച്ചാൽ യെസ് ഐ നീഡ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ലോകം ആരെന്ന് പറയുന്നില്ല, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ വരുമ്പോൾ സാക്ഷിയായി തീരണമെങ്കിൽ വി ഷുഡ് ഹാവ് ദറ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ദ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്. പിന്നീട് സാക്ഷി ആരാണ്? ഹീ ഷുഡ് റെഡി ടു ഗീവ് ഹിസ് ലൈഫ് ഫോർ ദ ട്രൂത്ത്. സത്യം വന്നാലും അല്ലെങ്കിൽ ഛേദം വന്നാലും സത്യത്തെ വിട്ടുമാറാതെ സാക്ഷിയായിരിക്കുക എന്ന് പറയുന്നത് വില കൊടുക്കുകയാണ്. നമുക്കറിയാം, കോടതിയിൽ സാക്ഷിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വക്കീൽ പറയുമ്പോഴും തോന്നുന്ന പോലെ മറിച്ചും തിരിച്ചും പറയാൻ ഒക്കത്തില്ല. സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത്, സത്യത്തിന് വേണ്ടി എത്ര ചോദ്യം വന്നാലും ആൻസർ ഈസ് ദ സെയിം ബിക്കോസ് ഈസ് ദ കൺസിസ്റ്റൻസി ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആർക്ക് സാക്ഷിയായിരിക്കാനായിട്ട് സാധിക്കും? ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിക്കാൻ അവസാനത്തോളം വിശ്വാസമുള്ളവരായിരിക്കല്ല, അവസാനത്തോളം വിശ്വസ്തരായിരിക്കുന്നവരെയാണ് കർത്താവ് സാക്ഷിയായി നിയമിക്കുന്നത്. അവൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് സാധിക്കുന്നു. ഹോളി സ്പിരിറ്റ് അവൻ നിങ്ങൾ സാക്ഷികളാകുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നതായ വ്യക്തിയാണ്. ഈ കർത്താവിൽ ആശ്രയിച്ച് നമ്മളെ ഏൽപ്പിക്കുന്നതായ ഇടങ്ങളിൽ കർത്താവിനെ ഒരു പോയിന്ററായി, ജസ്റ്റ് ചൂണ്ടുപലകയാകുവാൻ, കർത്താവിനെ വെളിപ്പെടുത്തുവാൻ, കർത്താവിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു. അവൻ ആശ്വാസപ്രദനാണ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുന്നതിനാണ്. അവൻ വരുമ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികൾ ആകും. സാക്ഷീകരിക്കുന്നതിനായി ശക്തീകരിക്കുന്ന വ്യക്തിയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കണമേ. കല്ലായുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹത്തോട് പെരുമാറുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തോടും കരുതലോടും ജീവിപ്പാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സുഖകാലത്തിലും ദുഃഖവേളയിലും കർത്താവെ നിന്നെ സ്തുതിപ്പാൻ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സംഭവിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനാകെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ശരിയായിട്ടുള്ള തിരിച്ചറിയുവാനുള്ള കൃപ തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ ദൈവമേ നിന്റെ സാക്ഷികളായി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇതിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവെ ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിപ്പാൻ അനേകർക്ക് ദൈവമേ നിന്റെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുവാനിടെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളോട് നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന അനേകരുണ്ട്. കർത്താവെ അവർക്കെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നീ അവിടുന്ന് അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കൃപയാൽ നീ അവരെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ.
മറ്റുള്ളവർ പറയാൻ കഴിയാത്ത വേദനയിൽ കൂടെ ദുഃഖത്തിൽ കൂടെ കടന്നു വന്ന അനേക കുടുംബങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട് കർത്താവേ. അവരോടൊക്കെ നീ ഇടപെടണമേ, ആശ്വാസവും സമാധാനവും നീ അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്തിൽ കൂടെ കടന്നു വന്ന മക്കൾക്ക് സൗഖ്യത്തെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് കൊടുത്ത നല്ല വിജയങ്ങൾക്കായി സ്തോത്രം. പുതിയത് കർത്താവേ, അവരുടെ ജീവിതത്തിൽ എന്ത് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ നീ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല രീതിയിൽ വളർന്നു വരുവാൻ നീ അവരെ ഇടയാക്കണമേ കർത്താവെ. നാട്ടിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരും നാട്ടിലൊക്കെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലൊക്കെ നിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പോയതുപോലെ സന്തോഷത്തോടെ മടങ്ങി അവരെ ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. അല്പസമയങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഇരിക്കുന്നു കർത്താവെ. കർത്താവെ, നിന്റെ വിശുദ്ധ കുർബാനയിൽ ദൈവമേ നിൽക്കുമ്പോൾ ഏറ്റവും വിശുദ്ധിയോടെ അതിനെ ആചരിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, നന്മലാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർ അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന കുമ്പസാരത്തിന്റെ അപേക്ഷ എൻ്റെ പിന്നാലെ ഈ സമയത്ത് ഏറ്റുപറയാം. ഹൃദയങ്ങളെ വാസ്തവമായ ദൈവൻപാകെ ഈ സമയത്ത് ഏറ്റുപറയാം. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവനായ കർത്താവിന് മുമ്പാകെ, കർത്താവേ, സത്യത്തിൻ്റെ ആത്മാവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന വിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളോട് അവിടുന്ന് ഇടപെടണമേ എന്ന് ഏവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയം അവൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ നൽകുവാൻ മതിയായ കർത്താവാകുന്നു. കർത്താവെ, അപ്രകാരം അനുതാപഹൃദയത്തോടുകൂടെ നുറുക്ക ഹൃദയത്തോടുകൂടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നീ ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ ഇടയാക്കണമേ എന്ന് എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുമ്പസാരത്തിൻ്റെ അപേക്ഷ എൻ്റെ പിന്നാലെ ഏറ്റുവല്ല. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും
ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരു ശരീരവും തിരു രക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളുവാനായി നിങ്ങളും എന്നോട് കൂടെ പ്രാർത്ഥിപ്പീൻ. സർവ സൃഷ്ടികളാൽ ആരാധിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്ന നിത്യനുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെളുപ്പാക്കണമേ. നിന്നോട് ഞങ്ങൾ പരസ്പരം സ്നേഹപരവും ആത്മീയപരവുമായ ഐക്യത്താൽ വിശുദ്ധിയോടെ നിന്നെ നിന്റെ ഏകജാതനായും വിശുദ്ധ റൂഹായും സ്തുതിപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം.
സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ധന്യവും മൂത്തവരുമായ നിന്റെ ശ്രേഷ്ഠ ജ്ഞാനമാകുന്ന മഹോന്നത പ്രകാശത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ പരിപൂർണമായി നീ ആകർഷിക്കണമേ. ആയുധന്റെ ഏകയാതന കൃപയാലും മനുഷ്യ സ്നേഹത്താലും തന്നെ നിന്റെ ഏകപുത്രനോട് വിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിൻ്റെ മുണ്ടേവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സത്യേക ദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്ത് വന്നിച്ച് സ്തുതിക്കുന്നത് ലോകാതീതങ്ങളായ പരിപൂർണതയുള്ള ശരീരികളും ദൃഢതയുള്ള വൃന്ദങ്ങളും നിന്റെ നിത്യമായ മഹാവിശുദ്ധ സ്ഥലത്ത് നിന്റെ ബഹുമാനത്തെ കീർത്തിക്കുന്നു. അവരിടവിടാതെ അട്ടഹസിച്ച് കർത്താവ് പരിശുദ്ധനെന്ന് ആർത്തു പാടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കുള്ള കാര്യങ്ങളെ പൂർണ്ണമാക്കുവാൻ വേണ്ടി താൻ സാക്ഷാൽ ദാസവേഷമെടുത്തപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കൊടുക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു.
വചനമായ ദൈവമേ, ഞങ്ങളെ പ്രതി നീ പ്രവർത്തിച്ച സകലവും ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ജനനം, മാമോദീസ, കഷ്ടാനുഭവം, മരണം, കബറടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, പിതാവായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയിൽ വലതുഭാഗത്തുള്ള നിന്റെ ഇരിപ്പ്, ഭയങ്കരമായ നിന്റെ രണ്ടാമത്തെ വരവ്, ഇവയെല്ലാം ഞങ്ങൾ സ്മരിക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന മനോതാപത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാഭുഖ്യാതമൃ ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവേ ശിഹായുടെ തിരു ശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസാരുടെ വീട് നമ്മുടെ കർത്താവായ ശിഹായുടെ തിരു രക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. താവേവയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് നിന്നോടുള്ള ബന്ധം ദൃഢീകരിക്കുമാറാകണമേ. ധൈര്യപൂർവ്വം തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഹോ ശുഭകൂല ശിവ ലോൽമിൻ. കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ അഥാനാസിയോസ് സഫർഗൻ മെത്രാപ്പോലിത്തായും ഗീവർഗീസ് മാർ തീഡോഷ്യസ്, ഇയാക്കീം മാർ കൂറലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തീമത്തിയോസ്, ഐസക് മാർ ഫീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ, ശമാശന്മാർ മുതലായി പട്ടത്തിനടുത്തെല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വില ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയും എന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ തോട്ടത്തിന് കീഴിലുള്ളവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് ശ്രമിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി
സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദ്രമദേ സകലത്തിന്റെ ഉടവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ ജീവനെ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങളെ ഇറക്കുന്നു. നല്ലവനേ, ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ നമുക്കൊരുക്കാം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ രാജ്യത്തിനായിട്ട് അപേക്ഷിക്കാം. ഈ കാലത്തിലിരിക്കുന്ന ഗവൺമെന്റ് നീതിബോധത്തോടെ ജനത്തെ ഭരിക്കുവാനായിട്ടുള്ള വ്യക്തതയും ആലോചനയും നീതിബോധവും നൽകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മൾ വസിക്കുന്ന ഈ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ടെക്സസ് സ്റ്റേറ്റിനായിട്ട് ടെക്സസ് സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവർണറെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിന് പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യക്കാരുടെ ദൈവത്തോട് അപേക്ഷിക്കാം. മത സ്വാതന്ത്ര്യവും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം, വിശ്വാസത്തിന്റെ പേര് ന്യൂനപക്ഷങ്ങൾ അനേക സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ത്യക്കായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. ഈജിപ്തിനായിട്ട് പ്രാർത്ഥിക്കാം. കോപ്റ്റിക് സഭ, കോപ്റ്റിക് വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെയേറെ വേദനാജനകമായിട്ട് അനുഭവം, അനേകർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഈജിപ്തിലുള്ള കോപ്റ്റിക് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഉപയോഗിക്കുന്ന തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പെട്ട സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയ മിത്രാപോലിത്തായും മിത്രാപോലിത്ത തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയെ ഭരിക്കുവാൻ, നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ പരിശുദ്ധാത്മാ നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനത്തിന് ആസ്വദിക്കാം. അഭിനന്ദ ഫിലിക്സിനോസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ കർത്താവിന് കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോകത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോൺസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ മകനെ നീ സ്പർശിക്കണമേ കർത്താവേ. സൗഖ്യമൊക്കെ നിന്റെ കരങ്ങളിലാണല്ലോ കർത്താവേ. നിങ്ങളുടെ ദേവാലയത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷിച്ചപ്പോൾ നീ മനസ്സറിഞ്ഞ കർത്താവേ, സൗഖ്യവും വിടുതലും നീ അയച്ച ദൈവമാകെ ആസ്വദിക്കുന്നു. ആ മകനെ സ്പർശിക്കണമേ, സൗഖ്യവും ബലവും നൽകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം.
ജെഫിന് കൊടുത്ത വിടുതലായി ദൈവത്തോട് സ്തോത്രം കരയറ്റാൻ ഗ്രാജുവേഷനൊക്കെ ചെയ്യുവാനായിട്ട് കർത്താവെ നീ അനുവദിച്ചതിനായി സ്തുതിക്കുക. ആർവിനെയും ഏലിയ സഹോദരനെയും തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കാൻ ശുഭോർത്തനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ബലവും നൽകണമേ, വിടുതൽ നൽകണമേ. ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഏറ്റവും സൗഖ്യത്തിന് മുഖാന്തരമായി തരണമേത് അപേക്ഷിക്കാം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന, സുബോധത്തോടെ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അതനുഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെയും യേശുവിൻ്റെയും സാക്ഷികളായി ജീവിക്കുവാൻ, വിറ്റ്നസ്സായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനം സംസാരിച്ച ചെറുപ്പച്ചരായി സ്തുതിക്കാം. പരിശുദ്ധാത്മാവിലൂടെ ശക്തീകരിച്ചതിനായി സ്തുതിക്കാം. കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കാം. അവരുടെ ഭാവി ഉപരിപഠനമൊക്കെ ഏറ്റവും അനുഗ്രഹമായി തരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പള്ളിയിലൂടെ അവരുടെ ഭവനങ്ങളുടെ ട്രിനിറ്റി കുടുംബത്തിലൂടെയൊക്കെ ലഭിച്ച വിശ്വാസത്തിന് അടിസ്ഥാനത്തിന്മേൽ അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിലനിൽക്കുവാനും, അവർ പോകുന്ന സാഹചര്യത്തൊക്കെ കർത്താവെ പതറിപ്പോകാതെ കർത്താവെ അവരുടെ യൗവനകാലത്ത് തന്നെ കർത്താവിനെ സാക്ഷികൾ ജീവിക്കുവാൻ, ഉന്നതങ്ങളിലേക്ക് കർത്താവെ ഉയരുവാൻ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ, സ്വർഗീയമായ പരിജ്ഞാനം കൊണ്ടവരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിക്കായിട്ടൊക്കെ അപേക്ഷിക്കുന്ന അനേകരുണ്ടല്ലോ, അനേകം ജോലി നഷ്ടപ്പെട്ട പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നു. നീ അവരൊക്കെ കർത്താവെ വഴികളെയും മുഖാന്തരങ്ങളെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളർന്നു വരുന്ന കർത്താവെ, അവിടെയൊക്കെ നിരപ്പിൻ്റെ ആത്മാവിനെ, സുബോധത്തിൻ്റെ ആത്മാവിനെ നീ അയക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ക്രോപേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാപേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളായിരം ആയിരങ്ങളാലും പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനാഥനണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണ ഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുന്നതിനുമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാതെ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുദ്ധിയുള്ളതോ മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്ത്യമായിരിക്കും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന് കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് ചെയ്യണമേ. നാം മാതൃവോട് ഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു.
ദർശനാകുന്നു. ആമേൻ. ബാറക്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധരായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുപേരുടെ വലിയരവേടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധരായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെ പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുന്നവനുമായ ജീവനും വിശുദ്ധിയുടെ ഗൃഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ നാമാദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരങ്ങളും വാത്സല്യമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാവിന്റെ മക്കളോട് കരുണ എന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്വന്തം
ഞങ്ങൾ ശബ്ദമാർക്കാൻ സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്ദിനും സത്യനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറേക്കും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നതിന് ഞങ്ങളെ ഞങ്ങളുടെ വർഗത്തിനേക്കുമുള്ള പുതുക്കത്തിനുമായി പരിപാലിക്കുന്നതിനുമായ ദൈവപുത്ര പാവപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതില്ലാത്ത വലുത് നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസന്നിധിയിലും മുഖപ്രസാദത്തിനുമായ കാകത്താൽ വെച്ച് മുറിക്കപ്പെട്ട് ചിന്തപ്പെട്ടതുമായ വിനുമതിക്കാവുതലാതെ ദൃശ്യരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായ ശിഹായുടെ അനുഗ്രഹങ്ങൾ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നതിടമേൽ അവയെ കൊടുക്കുന്നതിടമേൽ അവയെ കൈക്കൊള്ളുന്നതിടമേലും അവയിൽ പ്രയത്നിച്ചതും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്ര കരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കും. ഗുണങ്ങളുടെ പരിഹാരത്തിനും പാപത്തിനും മോചനത്തിനുമായ കാലത്താൽ വെച്ച് മുറിക്കപ്പെട്ട് ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടെ ഇതിനെ കൈക്കൊള്ളുക.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ദൈവം നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായിൽ ഭക്ഷിച്ച അതിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത അതിന്റെ രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയതിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശ രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യമത്തിലുള്ള അതിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ ഉപകൂരസിബാ ലഅൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ശിവബകൂര് ശിവ ലോൽമിൻ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യോ നിലോയി ദേവാ, തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാം നേൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യ
ഈ കൂട്ടത്തെ വാഴ്ത്തിടണമേ. പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോട് അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന് കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന സ്ത്രീയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമാബോധീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതിനുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമാടിയ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് കരുണയും സഹായവും ലഭിപ്പാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചും കൊണ്ട് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ.